അസ്സലാമു അലൈക്കും ആൻഡ് ഗുഡ് മോർണിംഗ്. ട്രെൻഡിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഭാരവാഹികളെ, എൻ്റെ ഏറ്റവും സുഹൃത്തുക്കളായിട്ടുള്ള വിദ്യാർത്ഥികളെ, ഒപ്പം അവരെ ഈ ദിവസം ഇതിനു മുമ്പിൽ എത്തിക്കാൻ ഉത്സാഹിച്ച എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്ക് ക്ലാസ് എങ്ങനെയെന്നുള്ളത് ആദ്യമേ പറയാം. ഒന്ന്, ഈ ക്ലാസ് എന്തുദ്ദേശത്തിലാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്. ഈ ക്ലാസ് നിങ്ങളെ നാളെ നല്ലൊരു ജോലിയിലെത്തിക്കുക എന്നുള്ള ട്രെൻഡിൻ്റെ പ്രവർത്തകരുടെ ഉദ്ദേശത്താൽ സംഘടിപ്പിക്കപ്പെട്ടാണ്, അല്ലേ? അതുകൊണ്ട് ആ ഉദ്ദേശമാണ് നമുക്ക് സാധിക്കാനുള്ളത്. അതിന് ഞാൻ പറഞ്ഞാൽ പോരാ, നമ്മൾ പറയണം. പിന്നെ സമയം 1 മണിക്കൂറേ നമുക്ക് സമയമുള്ളൂ, അഥവാ 1 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്: അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമാണ് അനന്തമായ സമയം. അതിൽ നിന്ന് കിട്ടിയത് ഭംഗിയായിട്ട് ഉപയോഗിക്കുക, അതിലാണ് കാര്യം. ഇപ്പം ഞാൻ പാതി, നിങ്ങൾ പാതി. നമ്മുടെ നിങ്ങൾ എവിടെ നിൽക്കുന്നു അതിൽ നിന്ന് ഒരുപടി മേലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു നമുക്കറിയണമല്ലോ. അതുകൊണ്ട് ഈ ക്ലാസ് ചോദ്യോത്തരങ്ങളാൽ സമൃദ്ധമായിരിക്കും. ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, കാരണം ഓരോ തലമുറയിലെയും പഴയ ആളുകളെക്കാൾ മിടുക്കന്മാരും മിടുക്കികളും അടുത്ത തലമുറയാണ്. നിങ്ങളുടെ പേരൻസിന് അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുന്നത്, എനിക്കറിയാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് മക്കൾക്ക് അറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവ് എവിടെ നിൽക്കുന്നു അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് ഇങ്ങനെ നിങ്ങൾ മിടുക്കന്മാരാണ്, കാരണം ഒരു ചാറ്റിൻ്റെ കോളം കണ്ടറിയാം, ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ ആണ് പ്രധാനം. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് അപ്പോഴേ മറുപടി. കെനിയയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്നുള്ള ചോദ്യം ചോദിക്കില്ല, സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട്, കാരണം അവിടുന്ന് എനിക്ക് മേലോട്ട് പോകാൻ പറ്റും. കാരണം ഉദ്ഘാടകൻ ഇപ്പോൾ പറഞ്ഞു, പണമില്ലാത്തതിനാൽ കോഴ്സ് പൂർത്തിയാവാൻ കഴിയാത്ത ഒരു കുട്ടിയെക്കുറിച്ച്. അതുപോലെ അതിൻ്റെ എൻഡിലാണ് നോക്കിയത്. അതുകൊണ്ട് അവസാനമാണ് എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞത്, ആ ജോലി കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞത്, അതിൻ്റെയൊക്കെ ദൂഷ്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ പണത്തോടുകൂടി പഠിക്കണം. ഇവിടെ വോട്ട് ചെയ്തവർ എത്ര പേരുണ്ട് ഇതിൽ? യെസ് ഓർ നോ? അതിവേഗത്തിൽ ട്രെൻഡിൻ്റെ കുട്ടികൾ അലർട്ടാണോന്നോ? അലർട്ടാണ്. ഓക്കെ. നോ. വോട്ട് ചെയ്യാത്തവരെന്ന് പറഞ്ഞാൽ പേജില്ലാത്തവരൊക്കെ ഒരുപാട് പേര് എന്തായാലും വോട്ട് ചെയ്തവരാണ് നല്ലൊരു ഭാഗം ആളുകളുള്ളത്. ഇനി വോട്ട് ചെയ്യാത്തവരിൽ തന്നെ അവർ ആ ദിവസങ്ങളിൽ ടി വി ഒക്കെ കണ്ടതാണ്. ഇനി ഒറ്റ ചോദ്യം. ഓക്കെ, സ്റ്റോപ്പ്. ഇനി ഒറ്റ ചോദ്യം. നമുക്ക് എത്ര കോൺസ്റ്റിറ്റ്യുവൻസീസ്, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് എത്ര ഉണ്ട്? ആഹാ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. 140. ഇതാണ് ചോദ്യവും, ഇതാണ് ഉത്തരവും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതറിയാത്തവരുണ്ടാവുമോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ എനിക്കറിയാം, സിവിൽ സർവീസാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വോട്ട് ചെയ്തു. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അതൊന്നും ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. ഇനി ഒറ്റ ചോദ്യം കൂടെ. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? അസംബ്ലി അവിടെ നിർത്തും. ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? 29, 28, അല്ല രണ്ടഭിപ്രായോ? 29. ട്രെൻഡിൽ ഒരു ഗ്രൂപ്പീസ് ഇല്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടോ. 29 ഭൂരിപക്ഷം. പക്ഷെ ചില ആൾക്കാർക്ക് 28 ഉള്ളൂ, ചുരുക്കം ചില ആൾക്കാർക്ക് 28 ഉള്ളൂ. സൽമാൻ, സൽമാൻ, ഇയാൾക്ക് 28 സ്റ്റേറ്റേ ഉള്ളൂ. അപ്പോൾ സൽമാൻ ഒന്ന് മതി. ഡൽഹി ഒഴിവാക്കി എന്നാണ് ഇർഷാദ് പറയുന്നത്. അപ്പോൾ സൽമാൻ, വൈ ഡു യു പ്രിഫർ 28 സ്റ്റേറ്റ്സ്? 29 ഉണ്ട് എന്ന് എല്ലാവരും പറഞ്ഞിട്ട് സൽമാനെ മറ്റാരെങ്കിലും തെലുങ്കാന,
ഓക്കെ ഓക്കെ, വരട്ടെ. 28 അഫ്സൽ. യാ അഫ്സൽ, പറയൂ, എന്തുകൊണ്ടാണ് 28 ആയത്? അഫ്സലോ ആരെങ്കിലും അതിട്ട് ആരെങ്കിലും ഒന്ന് പറയൂ. കറണ്ട് 29 അല്ലേ? എനിക്കറിഞ്ഞൂടെ മോനെ. അബ്ദുൽ ലത്തീഫ്, അബ്ദുൽ ലത്തീഫ്, അബ്ദുൽ ലത്തീഫ് എന്ന ഹോജ മൂപ്പര് കാശ്മീരിന്റെ കാര്യം പറയും. മിദ്ലാജ് പറയുന്നുണ്ട് കാശ്മീരിന്റെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ ഇന്നു മുതൽ ഞാൻ ഈ വായിച്ച 2 പേരെ പോലെ മുഹമ്മദ് എന്താണ് ബാക്കി എന്താ വായിക്കാൻ കയറിപ്പോയി, ഇൻഫാദോ, ഇവരെയൊക്കെ പോലെ ഒക്കെ മിദ്ലാജ്, മിതു, കാശ്മീർ ഇപ്പോൾ സ്റ്റേറ്റ് അല്ല. കണ്ണും കാതും തുറന്നു വെച്ച് പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ചത് ഇന്ത്യയിൽ 29 സംസ്ഥാനം എന്നാണെങ്കിൽ യു ഫോർഗെറ്റ് എവറിത്തിങ് വെൻ യു നോട്ടീസ് ദാറ്റ് കാശ്മീർ, ജമ്മു കാശ്മീർ ഈസ് നോട്ട് എ സ്റ്റേറ്റ്. 29 ഉണ്ടായിരുന്നതിൽ നിന്ന് ജമ്മുവും കാശ്മീരും എടുത്തു മാറ്റുകയും അത് 2 യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുകയും ഒക്കെ ചെയ്യുമ്പോൾ 28 കുറഞ്ഞു എന്ന് കറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതാണ് കോവിഡിന് ശേഷമുള്ള എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ചുള്ള എന്ന് വിവരവും വിദ്യാഭ്യാസവും വകതിരിവും ഒക്കെയുള്ള നേതൃത്വമായതുകൊണ്ട് അവർ തിരഞ്ഞെടുത്തത് ഇങ്ങനെ ഒരു വിഷയം. സോ ഐ കൺഗ്രാജുലേറ്റ്, ഐ സല്യൂട്ട്. പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുക. പഴയ കാര്യങ്ങൾ, പഴയ ഇൻഫർമേഷൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. തൊഴിലും മാറിക്കൊണ്ടിരിക്കും. പാലം വന്നു കഴിയുമ്പോൾ തോണിക്കാരന് തൊഴിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും, കുപ്പിയിലാക്കി ഗുളികകൾ പുതിയ മോഡലിലാക്കി വിൽക്കുമ്പോൾ പഴയ കാലത്ത് ആര്യവൈദ്യശാലയിലിരുന്ന് വടകം കൈകൊണ്ടുരുട്ടുന്ന ഗുളിക ഉണ്ടാക്കുന്ന വിങ് അപ്പടി പോയതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ പഴയ തലമുറക്കാരിങ്ങനെ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് പുതിയ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾക്കനുസരിച്ച് എങ്ങനെ ഉണ്ടാകും ഇതിനൊക്കെ ഞാൻ പറഞ്ഞു. സമയം ഏതായാലും നിങ്ങളുടെ റെസ്പോൺസ് എനിക്ക് ക്ലാസ് ആയിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വീട്ടിലിരുന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ പലതും പറയാം. ഇനി മറ്റൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. ഞാൻ പാതി നിങ്ങൾ പാതി എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കും ഇതിനിടയിലൊക്കെ തന്നെ എനിക്കൊന്ന് പൈലറ്റ് ആകണം എന്ന് ഒരാൾക്ക് പെട്ടെന്നൊരു തോന്നൽ വന്നാൽ അതപ്പം ചോദിക്കാം. ആരെങ്കിലും ഉണ്ടോ പൈലറ്റ് ആവാൻ? ഉദ്ഘാടകൻ നേരത്തെ പറഞ്ഞു പണം വേണം. ഒരു പൈലറ്റ് ആവാൻ, പൈലറ്റിൻ്റെ ജോലി ഇന്ന് കുറച്ച് ഡിമ്മാണ്. പക്ഷെ എന്നും അങ്ങനെ ആയിരിക്കുമോ? ഇല്ല. ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോകാൻ വിമാനങ്ങളോ ഒക്കെ പറത്തുന്ന ദിവസങ്ങളാണ് വരുന്നത്. പൈലറ്റ് ആവാൻ ആഗ്രഹമുള്ള ആളുകൾ ഓക്കെ, യെസ് പറയുന്നുണ്ട്. പൈലറ്റ് ആവാനുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു പൈലറ്റ് ആവാനുള്ള ആൾ സ്കൂൾ കുട്ടിയാണോ ഏത് പ്രായക്കാരനാണ് ഞാൻ അറിയുന്നില്ല. കുറേ പേരുണ്ടാവും. അവർ ആദ്യം വേണ്ടത് +1 +2 ഫിസിക്സും മാത്തമാറ്റിക്സും ഉള്ള കോമ്പിനേഷനിലുള്ള സയൻസ് എടുക്കണം. ഫിസിക്സ് വേണം, മാത്സ് വേണം. എന്നിട്ട് അതിൻ്റെ സ്ഥാപനത്തിലേക്ക് സമയമാകുമ്പോൾ അപ്ലൈ ചെയ്യണം. ഏതാ ഈ സ്ഥാപനം? IGRUA എന്ന് പറയും. IGRUA, ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി. ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കാം. ഈ തലമുറ, ഞാനൊക്കെ ഉള്ള തലമുറ, എനിക്കൊക്കെ 60-61 വയസ്സായി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീട്ടിലിരിക്കേണ്ടി വന്നാലും അള്ളാൻ്റെ റബ്ബേ നീ ഇന്നെങ്ങനെ കഷ്ടപ്പെടുത്തിയല്ലോ എന്നൊന്നും പറയാൻ എനിക്ക് ഒരു അർഹതയില്ല. കാരണം 7 ദിവസവും 360 ദിവസവും നമ്മൾ ഇത്രയും കാലം കറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കണം. പക്ഷെ നിങ്ങൾ 17, 16, 15, 18, 21 പ്രായമുള്ള ചെറുപ്പക്കാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലെ 1 കൊല്ലം 1.5 കൊല്ലം വീട്ടിനകത്ത് ഇരിക്കല്ലേ? ചെറിയ കഷ്ടപ്പാടാണോ? അതുകൊണ്ട് ഒറ്റ ചോദ്യം, എന്നാണ് കേരളത്തിൽ ലോക്ക്ഡൗൺ തുടങ്ങിയത്? മാർച്ച് 22, 8, മാർച്ച് 20, മാർച്ച് 14, മാർച്ച് 8, മാർച്ച് 11, 18, ഇഷ്ടം പോലെ ദിവസമാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും മനോഹരമായ 1 വർഷം 1.5 വർഷം ചോർത്തിക്കളഞ്ഞ
ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും ഭീകരനുമായ കൊലയാളിയായ ഒരു വൈറസിൻ്റെ പേരിൽ എൻ്റെ സ്റ്റേറ്റ് അടച്ചിട്ടതെന്ന് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലും മറന്നുപോയില്ലേ? മറവിയുടെ വലിയ കഥയാണ് മനുഷ്യൻ്റെ ജീവിതം. കാരണം മറക്കാൻ പാകത്തിനാണ്, ഓർക്കാൻ പാകത്തിനല്ല ഈ സാധനം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് തലയിൽ മുടി ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ പോയി പോകുന്നുള്ള തെളിവാണ്. 23, 14, 21, 22 മാറി വരുന്നുണ്ട്. അതിനർത്ഥം എല്ലാം ശരിയല്ല എന്നാണല്ലോ. അപ്പോൾ മനുഷ്യൻ മറക്കും. ആ മറവിയാണ് നിങ്ങൾക്ക് ഭാവിയിൽ ജോലി കിട്ടുന്നതിനും വലിയ പരീക്ഷകൾ നേരിടുന്നതിനൊക്കെ തടസ്സമായി വരുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ എന്ത് വേണം? എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഏത് വഴിയിൽ പോകുമ്പോൾ ഒരു പേപ്പർ ഉണ്ടായിരിക്കണം. വീട്ടിലെപ്പോഴും ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. സാമാന്യം വലിയ നോട്ട്ബുക്ക് വീട്ടിൽ വെക്കാനുള്ളത്. ഓരോ ദിവസവും നടക്കുന്ന സംഭവ വികാസങ്ങൾ എഴുതി വെക്കണം. ഇപ്പം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഞാൻ മാത്രമല്ല, നാളെ മുതലുള്ള ആളുകൾ എടുത്തുകൊണ്ടിരിക്കുക, അവർ പറയുന്ന പോയിന്റ് കുറിച്ച് വെച്ച് പോകണം. ഓക്കെ, അപ്പോൾ ഇനി പൈലറ്റിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആരും ഞാനിതൊക്കെ ഓർക്കും. ശരി, എനിക്ക് അസലായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ശരിയാണ്, വളരെ സന്തോഷം. നല്ല നല്ല അഭിപ്രായങ്ങൾ ഒരുപാട് പേരിടുന്നുണ്ട്. താങ്ക് യു. ഇതിനൊക്കെ ഉള്ള മറുപടികൾ നമ്മൾ പറയും ഫിസിക്സ് പ്രൊഫസർ ആവുന്നതിനും ഒക്കെ. ഇൻറ്റീരിയർ ഡിസൈനിങ് എല്ലാ കാര്യവും പറയും. അപ്പോൾ കുറിച്ച് വെക്കുക, അല്ലെങ്കിൽ എല്ലാം മറക്കും. ഇത് ഒരു ഹാബിറ്റ് ആക്കുക. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദിസ് ക്ലാസ് അലോൺ, ഇറ്റ് ഈസ് എൻ എറ്റേണൽ ട്രൂത്ത് എന്നും. ആരൊന്ന് പറയുന്നുണ്ട്, എന്തായാലും മരിക്കേണ്ടതല്ലേ, പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങൾക്കും നാശമുണ്ട്, മരണമുണ്ട്. അതിലേക്ക് ബാക്കി ഞാൻ കിടക്കുന്നില്ല. ഓക്കെ, നിങ്ങൾക്കറിയാം. മീഡിയ വിങ്ങിലേക്ക് കിടക്കണം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, എനിക്കൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആകണം. ഓക്കെ, അപ്പോൾ പൈലറ്റ് ആകേണ്ട ആള് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി, IGRUA. ഇപ്പം കുറിക്കുന്ന ശീലം, അതിവേഗം കുറിക്കുന്ന ശീലം വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടി കൊണ്ടുവരും. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമിയിലേക്ക് വിളിച്ചാൽ, അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് എഴുതണം. ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഇതെല്ലാ കാര്യത്തിനും ബാധകമാണ്. ഇതിൻ്റെ വ്യാജേന എല്ലാ കാര്യങ്ങളും കൂടെ പറയുന്നത്. 50 ലക്ഷം രൂപയെങ്കിലും സെലക്ഷൻ കിട്ടിയ ഫീസ് കൊടുക്കണം. ഫീസ് മാത്രം, ബാക്കി വേറെ ഉണ്ട് കേട്ടോ. എന്ത് സുഖം അല്ലേ? അതാണ് ഉദ്ഘാടകൻ നേരത്തെ പറഞ്ഞത്, ചെലവിൻ്റെ കാര്യം നോക്കണം. അതുകൊണ്ടാണ് രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കണമെന്ന് നിങ്ങളുടെ നല്ല ബോധമുള്ള നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സേഫ്റ്റി ഓഫീസർ ആകണം, എല്ലാം പറയും. പക്ഷേ ഈ പറയുന്നതും കൂടെ എല്ലാവരും എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആരെവിടെ എത്തും. പിന്നെ എല്ലാ കാര്യത്തിനും പ്രസക്തമായ കുറേ വസ്തുതകൾ കൂടിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമിയിൽ ചേർന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു രാജീവ് ഗാന്ധി അക്കാദമി ഉണ്ട്, ഇതൊക്കെ ചേർന്ന് ഒരു 50 ലക്ഷവും അതിൻ്റെ മറ്റ് ചിലവുകളെല്ലാം ചേർത്ത് പഠിക്കാം. ഇതാദ്യം കാണണം. അബുദാബിക്കാരിയായ ഒരു മലയാളി പെൺകുട്ടി 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അവൾക്കൊരു മോഹമുണ്ടായി. നിലോഫർ മുനീർ എന്നാണ് ആ കുട്ടിയുടെ പേര്. നിലോഫർ, എനിക്കൊന്ന് പൈലറ്റ് ആകണം. 10ാം ക്ലാസ് കഴിഞ്ഞാലും വേണമെങ്കിലും ചേരാം. ആ കുട്ടി ബാംഗ്ലൂരിലുള്ള ഒരു സ്ഥാപനത്തിൽ പൈലറ്റായിട്ടുള്ള കോഴ്സിന് ചേർന്നു. സ്റ്റുഡൻസ് പൈലറ്റ് ലൈസൻസ് എടുത്തു കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി, 10ാം ക്ലാസ്സുകാരി നിലോഫർ മുനീർ. നിങ്ങൾക്ക് നെറ്റിലടിച്ചാൽ കിട്ടും. പക്ഷേ മുനീർ എന്ന് പറയുന്ന വാപ്പ 1 കോടിയിലധികം രൂപ അതിന് ചെലവഴിക്കണം. അത് പ്രൈവറ്റ് സ്ഥാപനമല്ലേ, 1 കോടിയിലധികം വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ പണം ഉണ്ടോ? ഇനി പണം ഇല്ലെങ്കിലോ? അല്ലാ, എനിക്ക് പണമില്ലാതായിപ്പോയി, എനിക്ക് നിലോഫറിൻ്റെ അത്ര പണമില്ല, ഞാനെങ്ങനെ പഠിക്കും? നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൈലറ്റ് ആകാം. +2 കഴിഞ്ഞ ബോയ്സ്, ആൺകുട്ടികൾ, NDA, നാഷണൽ ഡിഫൻസ് അക്കാദമി എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എയർഫോഴ്സിലേക്കും നേവിയിലേക്കും ആർമിയിലേക്കും സെലക്ഷൻ ഉണ്ട്. അതിവേഗം കുറിച്ച് വെച്ചോളാം. NDAക്ക് അപ്ലൈ ചെയ്ത് അതിന് സെലക്ഷൻ കിട്ടി, എയർഫോഴ്സ് കിട്ടിയാൽ നിങ്ങൾക്ക് പൈലറ്റ് ആയിട്ടില്ലേ? ശമ്പളത്തോടു കൂടി ജീവിതം നിങ്ങളുടെ ഏറ്റെടുക്കുകയാണ്. ലക്ഷങ്ങളുടെ ശമ്പളമുള്ള, പദവിയുള്ള, വാഹനമുള്ള, എല്ലാ സൗകര്യങ്ങളുള്ള, എസ്കോർട്ടുള്ള ജോലിയിലേക്ക് പോവാണ്. ഫ്രീ ആണ്. ഗേൾസ് നിലവിളിക്കണ്ട, എനിക്കില്ലല്ലോ. ഒരു ഡിഗ്രി കഴിഞ്ഞാൽ, സയൻസ് പഠിച്ച്, +2 സയൻസ് പഠിച്ച് ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ AFCAT
എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അത് എഴുതി നിങ്ങൾക്കും യുദ്ധവിമാനം പറത്തുന്ന പൈലറ്റാകാം, അതും ഫ്രീ ആണ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് പഠിക്കണോ, ഈ പണം ചെലവാക്കി പഠിക്കണോ, ഒക്കെ യു ക്യാൻ ഡിസൈഡ്. നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം നിങ്ങൾ പഠിച്ച് നിങ്ങൾ കോമ്പറ്റീഷനെ നേരിട്ടാൽ, അതും ഉദ്ഘാടകം ഭംഗിയായിട്ട് അതിനിടയ്ക്ക് പറഞ്ഞു, കോമ്പറ്റീഷൻ, മത്സരം പ്രപഞ്ച നിയമമാണ്. നമ്മൾ തമ്മിൽ ഓട്ട മത്സരമാണ്, അവിടെ ആരും വിട്ടുകൊടുക്കില്ല. അപ്പോൾ ആ മത്സരത്തിന് നിങ്ങൾ പ്രാപ്തരായാൽ, ഒറ്റ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ഗവൺമെൻറ് ജോലിയാണ് സിവിൽ സർവീസ്. ഈ സിവിൽ സർവീസ് കിട്ടാൻ എന്താണ് യോഗ്യത? ആരെങ്കിലും ഒന്നും കൊടുത്തോളൂ. സിവിൽ സർവീസ്, IAS, IPS, IFS, ഷെഫിന, ഡിഗ്രി, എനി ഡിഗ്രി, വെരി ഗുഡ്. ഇവിടെ ഒന്നും അധികം മുന്നോട്ട് പോകേണ്ട നല്ല മിടുക്കന്മാരായ കുറേ പേരുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഡിഗ്രിയാണ്. എത്ര മാർക്ക്? 21 years. ഓക്കെ, വെരി ഗുഡ്. എത്ര മാർക്ക്? ഫിറോസ്, ഫാരീസ്, എനി ഡിഗ്രി 50%, 21 അത് ഏജാണ്. 50%. ഒരു സന്തോഷ വാർത്ത പറയാം, എന്നെപ്പോലുള്ളവർക്ക് സന്തോഷിക്കാൻ. ജസ്റ്റ് +2 ഒക്കെ പാസ്സായ ആൾക്ക്, ജസ്റ്റ് ഡിഗ്രി ഒക്കെ പാസ്സായ ആൾക്ക്, ജസ്റ്റ് പാസ്സായാൽ മതി ഒരു ഡിഗ്രി കിട്ടാൻ. ഒരു ഡിഗ്രി ജസ്റ്റ് പാസ്സായാൽ മതി. IAS. ഹിസാന പർവീൻ, യു ആർ കറക്റ്റ്. വേറെയും കുറേ പേരുണ്ട്, മുഹ്താർ. ജസ്റ്റ് പാസ്സായാൽ മതി. പക്ഷേ ഇന്ത്യയിൽ 8 ലക്ഷം ജനങ്ങൾ അപേക്ഷിക്കുകയും 8 ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷിക്കുകയും അതിൽ നിന്ന് വെറും 700 പേരാണ് ഇത്തവണ. കഴിഞ്ഞ തവണ 800-ലധികം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് 1000 വരെ വരാം. അത്ര പേരെ മാത്രമേ സിവിൽ സർവീസിൽ എടുക്കൂ. ദർ ഇസ് ടഫ് കോമ്പറ്റീഷൻ. സോ എക്വിപ്പ് യുവർ സെൽഫ്. നിങ്ങൾ മത്സരത്തിന് സജ്ജരായാൽ ഏത് വിഷയം പഠിച്ചു? ചില ആളുകൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് പ്രൊഫസർ ആവണം യൂണിവേഴ്സിറ്റിയിൽ, ഏത് വിഷയത്തിനാണ് സ്കോപ്പ് എന്ന് ചിലർ ചോദിച്ചു. ഏത് വിഷയത്തിനാണ് സ്കോപ്പ്? നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചു, ഭയങ്കര സ്കോപ്പാണ് ഫിസിക്സിന്, കെമിസ്ട്രിക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കഷ്ടപ്പെട്ട് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ പഠിച്ചു. വേറെ കൊലെ ഉഴപ്പന്മാരെന്നെ പോലെ അതിനൊന്നും എന്നെ കൊണ്ടാവില്ല, കുട്ടിയെ കൂടൂല, അതുകൊണ്ട് ഞാൻ വല്ല BA മലയാളം എടുക്കാം, അല്ലെ സോഷ്യൽ എടുക്കാം, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ കയറിയിട്ട് ഏതെങ്കിലും ഒരു BA ഹിസ്റ്ററി എന്ന് പറഞ്ഞെടുക്കാം. ആ ഒന്നിനും കൊള്ളില്ല എന്ന് ആളുകൾ പറഞ്ഞ് ചില വിഷയം പഠിച്ചവനും, ഭയങ്കര സ്കോപ്പാണ് മോനെ എന്ന് പറഞ്ഞ് പഠിച്ചവനും, ഹൈസ്കൂളിലെ മാഷായപ്പോൾ ഒരേ ശമ്പളം. +2ൻ്റെ പ്രിൻസിപ്പൾ ആയപ്പോൾ BA അറബി പഠിച്ചവനും കെമിസ്ട്രി പഠിച്ചവനും ബയോടെക്നോളജി പഠിച്ചവനും ഒരേ ശമ്പളം. യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയാലും, നിങ്ങൾ സാൻസ്ക്രിറ്റ് പ്രൊഫസർ ആയാലും, അറബി പ്രൊഫസർ ആയാലും, ഫിസിക്സ് പ്രൊഫസർ ആയാലും ഒരേ ശമ്പളമാണ്. അപ്പോൾ ദ സ്കോപ്പ് ഈസ് ഫോർ യു എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ട്, നിങ്ങൾ പറഞ്ഞ വിഷയമായിട്ട് എല്ലാം ബന്ധിപ്പിച്ചാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ ഉത്സാഹം കാണുമ്പോൾ എനിക്ക് കൂടുതൽ. കൃഷിക്കാരനാവണ ഒരാൾക്ക് കൃഷിക്കാരനാവുന്നതും കൃഷി ഓഫീസർ ആവുന്നതും രണ്ടാണ്. കൃഷിക്കാരനാവാൻ, നല്ല കൃഷിക്കാരനാവാൻ മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 2 കൊല്ലത്തെയൊക്കെ ഡിപ്ലോമ പോലുള്ള ചെറിയ കോഴ്സുകളുണ്ട്. ചെറിയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം ചെറുതെന്നല്ല, വലിയ മാർക്ക് വേണ്ട, എന്നൊന്നും സ്വന്തം വേണ്ട. കൃഷി ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ, ബാങ്കിലെ അഗ്രികൾച്ചർ ഓഫീസർ, ഇങ്ങനെയൊക്കെയുള്ള ഓഫീസർ ജോലികളിലേക്ക് കയറാൻ BSc അഗ്രികൾച്ചർ എന്ന് പറയുന്ന കോഴ്സുണ്ട്. ഇന്ത്യ ഒട്ടാകെയുള്ള സ്ഥാപനങ്ങളിലുണ്ട്. അത് കിട്ടാൻ എന്ത് വേണം? മെഡിക്കൽ എൻട്രൻസ്, NEET. എനിക്ക് ഇൻറ്റീരിയർ ഡിസൈൻ പഠിക്കാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്, ഞാനും കുറിച്ച് വെക്കുന്നുണ്ട്. കാരണം കുറിച്ച് വെച്ചിട്ടില്ലെങ്കിൽ എല്ലാം മറക്കും. അപ്പോൾ ഡോണ്ട് വറി. അപ്പോൾ സൈക്കോളജി പഠിക്കണം. ഓക്കെ, സൈക്കോളജി പഠിക്കാൻ ആർക്കാ അർഹത? ഏത് +2കാർക്കും പഠിക്കാം. ISROയിൽ സയൻറ്റിസ്റ്റ് ആവണം. ഫ്രീ ആയിട്ട് നിങ്ങൾ IIST, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, അവിടെ പഠിച്ചിട്ട് അവർ തന്നെ നേരിട്ട് നിങ്ങളെ, പിന്നീട് ഒന്നുമില്ല, അവർ തന്നെ നേരെ നിങ്ങൾ ISROയിൽ സയൻറ്റിസ്റ്റായിട്ട് ജോലിക്കെടുക്കും. പഠിക്കാൻ വലിയ ചിലവാണോ? അല്ല, ലക്ഷങ്ങളുടെ ചിലവാണ്. പക്ഷെ അത് ഗവൺമെൻറ് വഹിച്ചോളും, നിങ്ങൾക്ക് ചിലവില്ല. IIST. പക്ഷെ അത് കിട്ടണമെങ്കിൽ
JEE എന്ന് പറയുന്ന ഉഗ്രൻ കോമ്പറ്റീഷൻ എഴുതണം. ഇതിലേക്കൊക്കെ നമ്മൾ വരും. നിങ്ങൾ എന്ത് മോഹിച്ചാണ് ഇവിടെ വന്നതെന്ന് നിങ്ങൾ ഞാൻ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞു. ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ ഡേ ആണത്, ഞാൻ പറയാം. അതിനു മുമ്പ് സംഘാടകർ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം ഉണ്ടല്ലോ, അതായത് എന്താണ് വാട്ട് ആഫ്റ്റർ കോവിഡ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, കോവിഡാനന്തരവും ഇതിലും വലുത് 100 കൊല്ലം മുമ്പ് വന്നിട്ടുണ്ട്. ലോകം മാറി മറിഞ്ഞിട്ടില്ല. ലോകം കാലത്തിനനുസരിച്ചാണ് മുന്നോട്ട് പോയത്. വിപ്ലവങ്ങൾ, ഇതുപോലുള്ള ഭയങ്കര റവല്യൂഷൻസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ക്രമാനുഗതമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് സ്പീഡായി. ആ സ്പീഡിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കഴിയും. അതിനുശേഷം കോഴ്സുകളുടെ വലിയൊരു ലിസ്റ്റ് വരാനുണ്ട്. അത് കാണിച്ചു പോകാനേ സമയമുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു സമയം. പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി എന്തൊക്കെ വിധത്തിൽ മാറേണ്ടതുണ്ട് എന്നുള്ളത് കുറേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. +2 കഴിഞ്ഞ് പെട്ടെന്ന് ജോലി കിട്ടുന്ന കോഴ്സിനെ പറയണേ, തീർച്ചയായിട്ടും പറയും. +2 കഴിഞ്ഞിട്ട് പെട്ടെന്ന് ജോലി കിട്ടുന്ന, കാരണം എല്ലാവർക്കും 10 കൊല്ലം പഠിച്ച പ്രൊഫസർ ആവാൻ പറ്റില്ല. ഓരോ മനുഷ്യൻ്റെയും പ്രപഞ്ചത്തിൽ പോട്ടെ, ഇന്ത്യയിൽ 138 കോടി ജനങ്ങളാണ് ദൈവസൃഷ്ടിയിൽ ഇന്നുള്ളത്. 138 കോടി ജനങ്ങളിൽ ഈ മുഷറഫും റഷാദും സൽമാനും ബഷീർ സാഹിബും എല്ലാവരും ഉണ്ട്. ഇവരൊക്കെയും നമ്മളൊക്കെയും ആധാറിൽ പോയിട്ട് ഈ വിരലുകൾ 5 10 പതിപ്പിച്ചുകൊണ്ട് ആധാർ കാർഡ് എടുക്കുന്നു. ഇത്രയും പേരുടെ ആധാർ കാർഡ് വിരലടയാളം കൊണ്ട് 138 കോടി പേരെ തിരിച്ചറിയാൻ സാധിക്കുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ മഹത്തായ സൃഷ്ടിയിൽ ഓരോ മനുഷ്യൻ്റെയും വിരലിൻ്റെ അറ്റത്തെ രേഖകൾ പോലും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ പറ്റില്ല. പിന്നെന്തിനാ ബേജാറാവുന്നത്? സൗണ്ട് കുറവാണോ എന്നാരോ ചോദിക്കുന്നുണ്ട്. ആണെങ്കിൽ സംഘാടകരൊന്ന് എന്നോട് ഓപ്പൺ ചെയ്ത് പറയണം. No sir, it is perfectly clear. Okay, thank you. അത് മോനെ, അപ്പോൾ മോൻ്റെ അബ്ദുൽ ഖാദിരി കാസർഗോഡ്, മോൻ്റെ ആ സെറ്റിൻ്റെ ചില ഏരിയകളിൽ ഇന്നത്തെ ദിവസം അതിന് നിങ്ങൾക്കൊരു പ്രത്യേക അഭിനന്ദനം വേണം. കേരളമൊട്ടാകെ ഒരു ചുഴലിക്കാറ്റ് താണ്ഡവമാടിക്കൊണ്ടിരിക്കെ, എല്ലാ സ്ഥലത്തും ഇൻ്റർനെറ്റ് പോയിക്കൊണ്ടിരിക്കെ, എല്ലാ സ്ഥലത്തും പവർ ഇല്ലാതായിരിക്കെ, നിങ്ങൾ ഈ 284 കുട്ടികളെ ഇവിടെ എത്തിക്കാൻ, രക്ഷിതാക്കളെ ഇവിടെ എത്തിച്ചാൻ ട്രെൻഡിൻ്റെ പ്രവർത്തകർക്ക് സാധിച്ചു. അവർക്ക് ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ പേരിൽ പ്രത്യേക അഭിനന്ദനം ആദ്യമേ പറയേണ്ടതാണ്, വൈകിട്ട് ഇപ്പോൾ പറയുന്നത്. കാരണം അത് എളുപ്പമല്ല ഒരു സംഘാടനം. അതിന് കുട്ടികൾക്ക് വന്നിട്ടല്ലേ മനസ്സിലാവൂ. വരുന്നതിന് മുമ്പ് അവരെ ബോധ്യപ്പെടുത്തുന്ന സംഘാടകർക്ക് എളുപ്പപ്പണിയല്ല. ഓക്കെ, താങ്ക് യു. മാത്രമല്ല ഈ ക്ലാസ്സുകൾക്കൊക്കെ ഒരു ഗുണമുണ്ട് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഒരു ക്ലാസ്സിൽ നിങ്ങൾ അടച്ചിരിക്കുകയല്ല, അതിനിടയ്ക്ക് വാഷ്റൂമിൽ പോവാം, വെള്ളം കുടിക്കാം, രാത്രിയിലെ കഞ്ഞി ഉണ്ടെങ്കിൽ അത് കുടിക്കാട്ടോ. ഞാനിപ്പോൾ കുടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ 9 ആയതുകൊണ്ട് വെള്ളം കുടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് കേരളത്തിലെ മഹത്തായ ഒരു പനിയാണ്. അതിനെക്കുറിച്ചൊരു ക്ലാസ് ഞാൻ പിന്നെ വയ്ക്കാം, ഇപ്പോൾ പറയുന്നില്ല സ്ഥലം. അപ്പോൾ ചോദ്യങ്ങൾ ഓക്കെ, കുട്ടികൾ ചോദിച്ചോട്ടെ, കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയാം. അപ്പോൾ ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഷെയറിങ് പ്രൊഫഷൻ എനിക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം കുട്ടികൾക്ക് എന്നെയും എനിക്ക് കുട്ടികളെയും അറിയാനുള്ള ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓക്കെ, അപ്പോൾ ആരോ ഒന്ന് ഓപ്പൺ ചെയ്ത് ആരോ പറയുന്നുണ്ട്, ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഇയാളെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന്. ഓക്കെ, എനിക്ക് പക്ഷേ നിങ്ങളെ മുഖം കാണാതിട്ടാണ് വിഷമം കേട്ടോ. എന്തിനാ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുന്നത്? നെറ്റിന് സ്പീഡ് ഉണ്ടെങ്കിൽ ഓപ്പൺ അപ്പ്, കുളിച്ചോ, ഒന്നും പ്രശ്നമല്ല. ഇതിൽ ഇപ്പോൾ കുളിക്കാത്ത പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്നത് അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രശ്നമല്ല. ഓക്കെ, നമ്മളൊക്കെ സുഹൃത്തുക്കളാണെന്നുള്ള രീതിയിൽ വേണം പോകാൻ. അങ്ങനെ സുഹൃത്തുക്കളാണെന്ന് തോന്നുമ്പോഴേ നിങ്ങൾക്ക് എന്നോട് എന്തും ചോദിക്കാനുള്ളത് ഉണ്ടാവും. അത് ഉണ്ടായിക്കഴിഞ്ഞു, നിങ്ങൾ വെരി താങ്ക്ഫുൾ ടു യു. അപ്പോൾ ട്രെൻഡാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന. ട്രെൻഡിൽ നിന്ന് നേരെ ട്രെൻഡ്സിലേക്കാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്തൊക്കെയാണ്? ഹൗ ഡിഫറെൻറ്റ് വിൽ എ പോസ്റ്റ് പാൻഡമിക് വേൾഡ് ലുക്ക് ലൈക്ക്? The courses and jobs that define the world will probably be different. ഇംഗ്ലീഷൊക്കെ അതിൻ്റെ വഴിക്ക് കിടന്നോട്ടെ, നമുക്ക് പല ഭാഷയിലും കൂടി പറയാം. അപ്പോൾ ലോകം എങ്ങനെ ഇരിക്കും? ഇത് കണ്ടിട്ടുണ്ടോ?
ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായിരുന്നു അതിൻ്റെ പേര്? ഈ പേരിനൊക്കെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഈ വാർത്തയിൽ ഇങ്ങനെ കേട്ട് കേട്ട് പോകുമ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ പേര്. നമുക്കിപ്പോൾ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുന്ന സൈക്ലോണിൻ്റെ പേര്, അതിന് സൈക്ലോൺ എന്നാണ് പറയാ, വേറൊരു രാജ്യക്കാരനിട്ട പേരാ. അപ്പൊ ടൗട്ടെ ചുഴലിക്കാറ്റ് എന്ന് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയിട്ട് എഴുതുമ്പോൾ ഈ സ്പെല്ലിങ് നിങ്ങൾക്ക് വരുമോ? ഉറപ്പായിട്ടും വരില്ല. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ, ഇതിലൊരു ന്യൂസിൻ്റെത് യൂട്യൂബ് നിങ്ങളെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ഭക്ഷണം രാവിലെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ട് എന്ത് ചെയ്യണമെന്നാണ്? ഫർളാണ്. ഇപ്പോൾ എങ്ങനെ ഫർളായി ചോദിക്കരുത്. മൊബൈലിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അത് വാർത്തയാക്കി മാറ്റണം. എങ്കിലേ ഇംഗ്ലീഷ് വാക്ക് വരും. ഇംഗ്ലീഷ് വാക്ക് അറിയാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു പരീക്ഷ ശരിക്കും എഴുതാൻ പറ്റില്ല. ഇംഗ്ലീഷ് വാക്ക് ഇംഗ്ലീഷ് സ്കൂളിൽ പോയി കിട്ടുന്നതല്ല. ഇതൊക്കെ 1 ഡേ സെഷനായിട്ടാണ് ഞാൻ നടത്താറുള്ളത് പലപ്പോഴും. അങ്ങനെയാണ് നിങ്ങൾക്ക് അതിന് എക്സാമ്പിളൊക്കെ നമുക്ക് വരുമായിരുന്നു. പോട്ടെ, ഏതായാലും ഓർക്കുക, കൊറോണ നേരത്തെ ഞാൻ ചോദിച്ചു എപ്പോൾ ലോക്ക് ചെയ്തു, അതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുക. കേരളത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് കൊറോണ വൈറസ് കേസ് റിപ്പോർട്ടഡ് ഫ്രം കേരള. നമ്മൾ മോശമല്ല അല്ലേ? കേരളം പിന്നിലാണെന്നൊന്നും പറയുന്നത് വെറുതെ അല്ല. പിന്നിലല്ല, മുന്നിലാണ്. ജനുവരി 30. കാരണം നമ്മൾ ലോകത്തൊക്കെ പോകും, അറിവുണ്ടാക്കാൻ ചൈനയിലും പോകണമെന്ന് പോയ കുട്ടികൾ കൊണ്ടുവന്നാണ് ആദ്യം. എന്നുവെച്ചാൽ അവരെ കുറ്റം പറയണ്ട കേട്ടോ, ഇഷ്ടം പോലെ പല വഴികളിൽ നിന്ന് വന്നു. അപ്പോൾ ചൈനയിലെ വുഹാൻ, ഓരോ വാക്കുകളും ഇത് ജനുവരി 30 എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. കാരണം പഠനം എന്നത് ബുക്ക് എടുത്ത് വെച്ച് വായിക്കുന്നത് എന്തോ ഒരു സാധനമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവർക്ക് അറിവുണ്ടാവില്ല. വിജ്ഞാനം എന്ന ലോകത്തിൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. ഓരോ വാക്കിലും സംസാരത്തിനിടയിലും വഴി കാണുന്ന ബോർഡിലും എല്ലാം തൂണിലും തുരുമ്പിലും അറിവിരിക്കുന്നു എന്ന മറ്റോ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു. അത് വേറെയാണ് പാട്ട്, എന്താവട്ടെ. അപ്പോൾ ലോക്ക്ഡൗൺസ് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, ജോബ് മാർക്കറ്റ്സ് കെയിം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ ആസ് പീപ്പിൾ ആർ ഫോഴ്സ്ഡ് ടു സ്റ്റേ ഇൻഡോഴ്സ്. ഇതിനുള്ള എക്സെപ്ഷൻസ് നിങ്ങളെ മനസ്സിൽ ഓർമ്മ വരണം. വാതിലടച്ചിട്ടിരിക്കുമ്പോൾ പല മക്കളെ സന്തോഷം, നിങ്ങൾ മെസ്സേജ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഇതിൽ കയറി ഞാൻ പ്രസൻറ്റേഷൻ ഫുള്ളാക്കുമ്പോൾ ഞാനിപ്പോൾ അതിൽ കാണുന്നില്ല കേട്ടോ. അതുകൊണ്ട് സംഘാടകരാരെങ്കിലും പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് പിന്നീട് എന്നോട് ഇങ്ങോട്ട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വോയിസ്, നിങ്ങളുടെ ശബ്ദം ഞാനൊന്ന് കേൾക്കട്ടെ. ഒരു മനുഷ്യൻ്റെ ശബ്ദം ഒരു മനുഷ്യൻ്റെ മുഖം എന്ന് പറയുന്നത് മഹാബോറാണ്. അതുകൊണ്ടാണല്ലോ സിനിമയിൽ മോഹൻലാൽ വന്നാലും കൂടെ ആരെങ്കിലും കാണും, ഒരുപാട് പേര്, എന്നാലേ ശരിയാവും. അതുപോലെ നിങ്ങൾ എന്നെ പിന്നെ തുറന്ന് പറഞ്ഞാലും മതി. അകത്ത് അടച്ചിരിക്കുമ്പോഴും പെട്ടെന്ന് പണക്കാരായ ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? നേരെ പോയിട്ട് മാസ്കിൻ്റെ കമ്പനി തുടങ്ങിയവനെ ഓർമ്മ വരുന്നുണ്ടോ? ഉള്ള കെമിക്കലെല്ലാം കൂടെ തട്ടിക്കൂട്ടിയിട്ട് ഹാൻഡ് വാഷ് ഉണ്ടാക്കിയവർ ഓർമ്മ വരുന്നുണ്ടോ? സോ വർക്ക് ഫ്രം ഹോം അതൊരു ട്രെൻഡായി. എങ്ങനെ ജോലിയിലേക്ക് മാറ്റം വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുമാതിരി അപ്പൂപ്പന്മാരൊക്കെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ നിർബന്ധിതരായി. 45 വയസ്സുള്ള ഒരാൾ, എനിക്കെന്ന് അതിനേക്കാളേക്കാളും 10 വയസ്സ് കൂടുതലുള്ള സമയത്ത് ഒരു സ്റ്റാഫ്, ഇതെല്ലാം നമ്മളെ കൊണ്ടൊക്കെ ഇനിയാവുമോ? ഓൺലൈനിൽ ഫയൽ വിടുന്ന സമ്പ്രദായം വന്നപ്പോൾ എൻ്റെ പ്രായക്കാരനാൽ എന്നേക്കാൾ 10 വയസ്സ് കുറഞ്ഞവനാണ് ചോദിച്ചത്. അങ്ങനെയുള്ള ആളുകൾ ജോലി ഉള്ളതുകൊണ്ട് നിർബന്ധിതനായി. വേറെയുള്ള ആളുകൾ ആ മനോഭാവക്കാർ ഔട്ടാവും. അപ്പോൾ ഷോപ്പ് ഫ്രം ദ കംഫർട്ട് ഓഫ് ദെയർ ഹോംസ്, വീട്ടിലിരുന്നാണ് നമ്മൾ ഷോപ്പിംഗ്. അപ്പോൾ അതെങ്ങനെയാണ് കരിയറിനെ ബാധിക്കുന്നത്? വീട്ടിലെ കടയിലെ സാധനം എടുത്തു കൊടുക്കുന്നവർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുമോ? നഷ്ടപ്പെട്ടതിൻ്റെ കോഴിക്കോട്ടെ പ്രശസ്തമായ ഒരു തുണി ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യൻ കരിയറിനെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇതുവരെ ജോലി ഉണ്ടായിരുന്നു, ജോലി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ജോലി ഇല്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ചോദിച്ചത് എവിടെയായിരുന്നു? ഞാൻ എന്ന ഷോപ്പിലായിരുന്നു, ഞങ്ങൾ 90 സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 15 ആളേ ഉള്ളൂ, ഞാനൊക്കെ ഔട്ടായതിൽ പെടും. ഓക്കെ, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ ഡെലിവറി ബോയ്സിന് തൊഴിൽ കൂടിയതാണ്. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന ടെക്നോളജി, അതിലേക്ക് വരാം. സോ പാൻഡമിക് ഹാസ് ഷോൺ. എന്താ പാൻഡമിക് എന്ന് പറഞ്ഞാൽ? എഴുതി വെച്ച് ഡിക്ഷണറി നോക്കിയാൽ മതി, അറിയാത്തവരെല്ലാവർക്കും അറിയാം. അപ്പോൾ പാൻഡമിക് ഹാസ് ഷോൺ അസ് ദ പവർ ഓഫ് ടെക്നോളജീസ്. സാങ്കേതിക വിദ്യയിൽ രംഗത്ത് ജോലികൾ കൂടി. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ജോലി കൂടുതലാണ്. എക്സ്പോസ് സൈബർ സെക്യൂരിറ്റി സ്കിൽസ്. കാരണം
ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ എൻ്റെ അക്കൗണ്ടിലേക്ക് നോക്കുമ്പോൾ ഭാഗ്യവശാൽ എൻ്റെ അക്കൗണ്ടിൽ കണ്ടമാനം പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പോകാൻ അധികമില്ല. എന്നാലും ഉള്ളത് പോയോ എന്നുള്ളത് കണ്ടറിയണം. കാരണം സെക്യൂരിറ്റി റിസ്ക് ഉള്ളത് കൊണ്ട് സൈബർ സെക്യൂരിറ്റി കോഴ്സുകൾ എങ്ങനെ കള്ളന്മാർ കൂടുതലുണ്ടാകുമ്പോൾ പോലീസുകാരുണ്ടാവും. 10,000 പോലീസുകാർ ഇന്ന് റോഡിലുണ്ട്. കാരണം അത്രയധികം ആളുകൾ, ഒരു ബുദ്ധിയില്ലാത്ത കുറേ ആളുകൾ എങ്ങനെയും പോലീസിനെ പേടിച്ചിട്ട് മാത്രമേ ഞങ്ങൾ പുറത്തിറങ്ങാതിരിക്കൂ, അല്ലെങ്കിൽ അവിടെ പോലീസ് ഇല്ലാതുകൊണ്ട് ഇതിലേ പുറത്തു പോകാമെന്ന് പറയുന്ന ആൾക്കാരുള്ളത് കൊണ്ട് അത്രയും പോലീസുകാർ. അതുപോലെ കള്ളന്മാർ കൂടുമ്പോൾ സെക്യൂരിറ്റി സ്റ്റാഫ് കൂടുതൽ വേണം. സൈബർ സെക്യൂരിറ്റിക്ക് ഭയങ്കര സ്കോപ്പാണ്. പിന്നെ ഹെൽപ്ഡ് ബിസിനസ് ടു ഡെവലപ്പ് ന്യൂ വേസ് ടു യൂസ് ഡാറ്റ. അപ്പോൾ സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻറ്റിസ്റ്റ്, ഇനി വരാൻ പോകുന്ന വലിയ ജോലികളാണ് പറയുന്നത്. വരാൻ പോകുന്നതല്ല, വന്നു കഴിഞ്ഞത്. ഇനി അത് കൂടും. മീറ്റിങ്ങുകളൊക്കെ നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ ഒരുമിച്ച് കൂടുമായിരുന്നു മനുഷ്യർ. ഒരുമിച്ച് കൂടാതെ ആ കാലമൊക്കെ മാറിയെന്ന് വിചാരിച്ച് ജനുവരിയിലൊക്കെ അല്ലാത്ത മീറ്റിംഗ് കൂടുമ്പോഴാണ് ആളുകൾ നമുക്ക് ഓൺലൈൻ പോരെ. അപ്പോൾ ഓൺലൈൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഡാറ്റയുടെ ഉപയോഗം ഇതൊക്കെ കൂടും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വീട് വീടാന്തരം കയറി മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ കുറേ എന്തെങ്കിലും ഉൽപ്പാദനം ഉണ്ടാക്കുന്നു, ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് നേരെ കയറി ചെന്നിട്ട് വരുവിൻ വാങ്ങുവിൻ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ? നോ. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് വിചാരിക്കൂ. നിങ്ങൾക്ക് അതാ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ്, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന 1000 കമ്പനികളുണ്ട്. പക്ഷെ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഏതോ ഒരു കമ്പനിയാണ് മുമ്പിൽ. പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി പോകും. ആ പേരുകൾ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അറിയാതെ പോലും വേറൊരു കൂട്ടർക്ക് ഗുണദോഷങ്ങളിലാകുന്ന സാധനം വരരുത് എന്നുള്ളതുകൊണ്ടാണ് സ്ഥാപനത്തിൻ്റെയും ഒന്നും പേര് പറയട്ടെ. ആ കമ്പനിയുടെ സാധനം മുമ്പിൽ വരും. ഇതെങ്ങനെയാണ് മുമ്പിൽ വരുന്നത്? ഇതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗുകാരൻ്റെ വിദ്യ. കാരണം കമ്പ്യൂട്ടറിൽ ഉള്ള ചില കളികൾ കൊണ്ട് നിങ്ങളൊരു പ്രോഡക്റ്റ് ചോദിച്ചാൽ അവൻ്റെ സാധനം മുമ്പിലെത്തിക്കുന്ന സൂത്രപ്പണിയാണ്. മാർക്കറ്റിംഗ് സാധ്യത കൂടുമല്ലേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് വൻ സാധ്യതകളാണ് എന്ന് കരുതി ഞാൻ ഉൾപ്പെട്ട ഒരു സ്ഥാപനം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. അതിൽ ക്ലാസ് എടുക്കാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ബാംഗ്ലൂരിലുള്ള മലയാളിയായ ഒരാൾ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിനൊന്നും കയറിയിട്ടൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മറ്റു ചില കാര്യം. അപ്പോൾ സ്ഥാപനത്തിൻ്റെ പരസ്യം കണ്ടിട്ട് അതിൽ ചേരുന്നതിന് മുമ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഭാഗ്യവശാൽ നമുക്ക് നാളെ മുതൽ ഇഷ്ടംപോലെ വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഇത് വെച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് വരാം. ഓക്കെ. ഡ്രോണിൻ്റെ ഉൽപാദനവും ഡ്രോൺ സാങ്കേതിക വിദ്യ അറിയുന്നവർക്കുള്ള ജോലി സാധ്യതയും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് അറിയുന്ന ഒരു കുട്ടി, ഒരു പയ്യൻ, ഫറൂഖ് കോളേജിൽ ഇടക്കാലത്ത് UGCയുടെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സ് ഉണ്ടായിരുന്നു, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോളേജ് അല്ല ഫറൂഖ് കോളേജ്. അവിടെ BVOCൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടറിഞ്ഞ് പെട്ടെന്ന് ഓടിച്ചെന്ന് ചേരുന്നവർക്കുള്ളതാണ് കേട്ടോ കോഴ്സുകൾ. ഇങ്ങനെ ഓരോ പുതിയ സാധനങ്ങൾ വരുമ്പോൾ. അപ്പോൾ പത്രങ്ങൾ എടുത്താൽ നിങ്ങൾ എന്ത് വായിക്കണം? വിദ്യാഭ്യാസം പേജ്. സുപ്രഭാതം പത്രം കിട്ടിക്കഴിഞ്ഞാൽ പലതും നിങ്ങൾ വായിക്കണം. പലപ്പോഴും സ്പോർട്സിൻ്റെ പേജ് ഇങ്ങനെ മറച്ചിട്ട് വായിച്ചിട്ട് അങ്ങോട്ട് ഇട്ട് പോവാണ്. പത്രം എങ്ങനെ വായിക്കണം എന്നുള്ളതിനെ കുറിച്ച് തന്നെ ഒരു ക്ലാസ് ഞാൻ ചില സ്ഥലത്ത് ചെയ്യാറുണ്ട്. അതുപോട്ടെ. കാരണം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള ഏറ്റവും സുന്ദരമായ വഴികളിലൊന്നാണ് മീഡിയ, പത്രം മാത്രമല്ല ഇതിന്. എന്തായാലും ചേർന്നു. ആ കോഴ്സ് കഴിഞ്ഞ പയ്യൻ പിന്നെ എവിടെ നിന്ന് പറയാൻ വന്നപ്പോൾ അയാൾ ഹൈദരാബാദിലെ ഒരു ഡ്രോണിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു സ്ഥാപനത്തിലാണ്. അപ്പോൾ ഈ ഡ്രോൺ ടെക്നിക്കലി കുറച്ച് സ്കില്ലുള്ള ആളുകൾക്ക്, കാരണം ഡ്രോണിൻ്റെ ഉപയോഗം മരുന്നുകൾ അതിവേഗത്തിൽ ഒരു കേന്ദ്രത്തിൽ നിന്ന് വേറൊരു കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ, സഹായങ്ങൾ എത്തിക്കാനൊക്കെ ഡ്രോണിനെ ഉപയോഗിക്കുന്നു. ഇന്നെന്ത് ഡേ എന്ന് പറയും? നമുക്ക് വേൾഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേ എന്ന് പറയുന്നു.
17 മെയ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി 2005 വേൾഡ് സമ്മിറ്റ് പ്രകാരം വേൾഡ് സമ്മിറ്റ് ഓഫ് ഇൻഫർമേഷൻ സൊസൈറ്റിയുടെ മീറ്റിംഗ് പ്രകാരം ഇന്ന് വേൾഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേ എന്ന് പറയും. അപ്പോൾ അപ്പോൾ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സൊസൈറ്റി ഡേ. ഈ രംഗത്ത് തൊഴിൽ വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾക്ക് കുറച്ച് മിടുക്കുണ്ടായാൽ മതി, കുറച്ച് ബിസിനസ് ചെയ്യണം എന്നുള്ള സാമർഥ്യം ഉണ്ടായാൽ മതി, കുറച്ച് കാര്യങ്ങൾ അറിവും അക്കാര്യങ്ങൾ മനുഷ്യന് കേൾക്കാൻ തോന്നുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ. നിങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവരെ തോന്നണം അത് കേൾക്കാൻ. നിങ്ങളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് കാണാൻ തോന്നണം, പറയുമ്പോൾ കേൾക്കാൻ തോന്നണം. അങ്ങനെയുള്ളൊരു അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടാത്ത എന്താ ഉള്ളത്? എത്ര പ്രോഗ്രാംസാണ് ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 7ാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ അന്തം വിട്ടു. അതിൻ്റെ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്ന പോലും വീടിൻ്റെ ബാക്കിൽ ആ വയലുള്ള ഒരു ഭാഗത്ത് പോയിട്ട് ഇന്നലെ ഒരു വീഡിയോ കണ്ടു. എന്ത് മനോഹരമായ ലൊക്കേഷനാണ്. ഒന്നും ചെയ്തതല്ല, ആരും ചെയ്തതല്ല. അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള സൗന്ദര്യത്തിൻ്റെ സാരാംശം ഒപ്പിയെടുക്കുന്ന രീതിയിൽ ക്യാമറ വെച്ച് മാത്രമേ ഉള്ളൂ. ക്യാമറ ഒന്നുമില്ല, ഒരു മൊബൈൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ട് ആളുകൾ കൂടുമ്പോൾ ഇൻകം. ഇപ്പോൾ എത്ര പേര് അങ്ങനെ ജീവിക്കുന്നുണ്ട്? കാരണം വ്യൂവർഷിപ്പ് കൂടി. ഈ അടച്ചിരിക്കുന്നതിൻ്റെ കാലഘട്ടത്തിൽ പുറത്തെ മനോഹരമായ കാഴ്ചകൾ കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നവനെ, വിനോദത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവനെ ഒരു കോമഡി സീരിയൽ, അത് ഞാൻ പേര് പറയുന്നില്ല കാരണം അതിൻ്റെ ഒരു പബ്ലിസിറ്റി എൻ്റെ വക വേണ്ടെന്നുള്ളതുകൊണ്ട് പറഞ്ഞൊന്നും ഉണ്ടായിട്ടല്ല. നല്ല രസികൻ സാധനമാണ്. പയ്യന്മാരാണെങ്കിലും അവരേക്കാൾ വഷളായിട്ടൊന്നുമില്ല. നോക്കുമ്പോൾ 3 മില്യൺ 30 ലക്ഷം ആളുകളൊക്കെയാണ് അത് കണ്ടിട്ടുള്ളത്. അപ്ലോഡ് ചെയ്തിട്ട് ഒരു 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് എത്ര ഇൻകം വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാം പ്രൊഡക്ഷൻ. എന്തിന്? ഇൻകത്തിൻ്റെ കാര്യം പോട്ടെ. ഇന്നലെ SKSSFൻ്റെ ഒക്കെ ആഭിമുഖ്യത്തിലുള്ള മത പ്രഭാഷണ പരമ്പരകൾ രാത്രിയിൽ കേട്ടു. ടെക്നോളജി എത്ര മനോഹരമായിട്ടാണ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പറമ്പിലും ഇപ്പുറത്തെ പറമ്പിലും കൂടി നിൽക്കുന്ന ആളുകൾ 1000 2000 ഉണ്ടായിരുന്ന സ്ഥാനത്ത് 20,000 ലക്ഷമാണ് ആളുകൾ കേൾക്കുന്നത്. അപ്പോൾ ടെക്നോളജി ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ജോലിയില്ലേ? അത് അപ്ലോഡ് ചെയ്യുന്നവർക്ക് ജോലിയില്ലേ? ഓൺലൈൻ ടീച്ചിങ്, ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം. പല സ്കൂളിലെയും, എല്ലാവരെയും എന്ന് പറയുന്നില്ല, ഞാനും വൺസ് അപ്പോൺ എ ടൈം മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് ഇന്ന് പേരുള്ള സ്കൂളുണ്ട്. നേരത്തെ അതിന് ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് മാവൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നായിരുന്നു. അവിടുത്തെ സോഷ്യൽ സ്റ്റഡീസ് അധ്യാപകനായിട്ടാണ് ഞാൻ എൻ്റെ ജോലി തുടങ്ങിയത്. അപ്പോൾ അന്ന് ഈ ഓൺലൈൻ ടീച്ചിങ് ഒന്നുമില്ല കേട്ടോ. ഞാൻ പറയുന്നത് അന്ന് ക്ലാസ്സിൽ വന്ന കുട്ടികൾക്കാണ് ടീച്ചിങ്. ആ ടീച്ചിങ് ഈ അവധിക്കാലത്ത് കുട്ടികൾ ആദ്യം ഒരു കൗതുകം വന്നപ്പോൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിന് മുമ്പിലാണ്. ഭയങ്കര ഹരം. എന്ത് പൂച്ചയാണ്? കുറിഞ്ഞിപ്പൂച്ച. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്തായി? ആരും കേൾക്കാതായി. അത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ദിവസം വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ വേറൊരാളുടെ വണ്ടി പോകുമ്പോൾ കാറിൽ ഇങ്ങനെ പ്രോഗ്രാം വെച്ചിരിക്കുക. അപ്പോൾ ഒരു റേഡിയോ ചാനൽ, അതിൽ ആളുകൾ വിളിക്കുന്ന ഒരു ബികോം പയ്യൻ വിളിക്കുകയാണ്. അപ്പോൾ ബികോം ഓൺലൈൻ ക്ലാസ്സിന് അതൊന്നും ഞാൻ കയറില്ല, തീരെ ഞാൻ കയറില്ല, ബോറാണ്. പല ക്ലാസ്സുകളും ഓൺലൈൻ അങ്ങേയറ്റം ബോറാണ്. കാരണം അവരിങ്ങനെ മൊബൈൽ ഇങ്ങനെ എടുത്തു വെക്കുന്നു. കുട്ടികൾ മുമ്പിലുണ്ടെന്ന് പറയുന്ന പോലെ ഇങ്ങനെ സംസാരിക്കുന്നു. സഹിക്കുമോ? കുട്ടികൾ വിട്ടു. പക്ഷെ കുട്ടികൾ വിട്ടാലും പാരൻസ് വിടുമോ? കുട്ടികൾ വിട്ടാലും കുട്ടികളുടെ മനസ്സിൽ ആ പരിപാടി കാണുന്നില്ലെങ്കിലും കുട്ടികൾക്ക് ഇൻഫർമേഷൻ വേണ്ടേ? അപ്പോൾ ഉഗ്രമായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളെ കൊണ്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ, ആപ്പ്, കോടാനുകോടികൾക്കാണ് ഇപ്പോൾ ചില ആപ്പുകൾ. അവിടെ ഞാനൊരു പേര് പറയാൻ വേണമെങ്കിൽ അതിൽ നിങ്ങൾ ചേരണമെന്നല്ല, ബൈജൂസ് ആപ്പ് പോലുള്ള ആപ്പുകൾ മറ്റ് വലിയ കമ്പനികളെ ഏറ്റെടുത്തൊക്കെ നിങ്ങൾ വായിച്ചില്ല. ആകാശിനെ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞ് എത്ര കോടികൾക്കാണ്. വെറും ഓൺലൈൻ ടീച്ചിങ് ആണ് നടക്കുന്നത്. അവിടെ ക്ലാസ് എടുക്കാൻ കുട്ടികളെ അറിഞ്ഞിട്ട് അന്യൻ്റെ വാക്കുകൾ മധുരത്തോടെ കാതോർക്കുക എന്നൊക്കെ സംഗീതം പോലെ കേൾക്കുക എന്നൊക്കെ പറയില്ലേ,
അവൻ കേൾക്കുകയും തോന്നണം. അവന് ലാബാണെങ്കിൽ ലാബ് അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം. ക്യാമറാമാൻ ആണെങ്കിൽ അതിനനുസരിച്ച് ക്യാമറ വേണം. റൈറ്റ്? അപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിന് അതിഭയങ്കര സ്കോപ്പാണ്. ഒരു 20 കൊല്ലത്തോളം മുമ്പ് ഒരു വാർത്ത പത്രങ്ങളിൽ വലിയ കൗതുകകരമായ വാർത്തയായിട്ട് വന്ന ഓർമ്മയുണ്ട്. കൊച്ചിയിലുള്ള ആളുകൾ ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ് ട്യൂഷൻ കൊടുക്കുന്നു. നമ്മളൊക്കെ വിചാരിച്ച് പൊളുവായിരിക്കും മോനെ, അതെങ്ങനെ ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷ് ട്യൂഷൻ ആണെന്ന് ഇപ്പോൾ എനിക്കറിയാം. കാരണം BEd പഠിക്കുന്ന എനിക്ക് അറിയുന്ന ഒരു കുട്ടി നല്ലൊരു ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അമേരിക്കയിലെ കുട്ടികൾക്കാണ് അവർ ക്ലാസ് എടുക്കുന്നത്. കാരണം അമേരിക്കയിലെ ഒരു ട്യൂഷൻ ടീച്ചറെ കിട്ടണമെങ്കിൽ 5 ലക്ഷം ചിലവുണ്ടെങ്കിൽ ഇവിടെ 50,000 കൊണ്ട് ക്ലാസ് നടക്കും. റൈറ്റ്? മാത്രമല്ല നിങ്ങൾക്ക് മലയാളം അറിയാം, എനിക്ക് മലയാളം അറിയാം. കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, പേരച്ചം, വിനയച്ചം, സന്ധി, സമാസം എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ഇതൊക്കെ പഠിക്കാനില്ലേ? അതുപോലെ ആക്റ്റീവിലും പാസീവിലും ക്വസ്റ്റ്യൻ ടാഗും ഒക്കെ ഇംഗ്ലീഷ് ഗ്രാമർ വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് എന്ത് ജോലി കിട്ടണമെങ്കിലും ഇംഗ്ലീഷിൻ്റെ ബേസിക് ഗ്രാമർ അറിഞ്ഞിരിക്കണം. അതിന് 4 ചോദ്യം ചോദിക്കണം എന്നുണ്ട് എനിക്ക്, പക്ഷേ നിവൃത്തിയില്ല, സമയം പ്രശ്നമാണ്. അപ്പോൾ ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ സ്കോപ്പ് കൂടി വരികയാണ്. അപ്പം നിങ്ങൾ യു ബിക്കം എ ഗുഡ് ടീച്ചർ. എന്നെ BEd പഠിപ്പിച്ച അധ്യാപകൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ പാറ്റൻറ്റുള്ള വാചകം, ദർ ആർ 2 kinds ഓഫ് ടീച്ചേഴ്സ്. 2 തരം ടീച്ചർമാരുണ്ട്. 1 ബോൺ ടീച്ചർ, 2 ബോറൻ ടീച്ചർ. അപ്പോൾ നിങ്ങളൊരു ബോൺ ടീച്ചർ, അദ്ദേഹത്തെ തമാശ പറയുന്നതാണ്. അപ്പോൾ ബോറൻ ടീച്ചർ അല്ല, ബോൺ ടീച്ചർ ആവണമെങ്കിൽ കുറച്ച് മാത്രമേ ബോൺ ഉണ്ടാകൂ. ബാക്കി നിങ്ങൾ കണ്ണും കാതും തുറന്നു വെച്ചിട്ട് ശ്രദ്ധിച്ചാൽ, നിരീക്ഷിച്ചാൽ, നല്ല അധ്യാപകരെ മനസ്സിലോർത്താൽ, ബോറൻ അധ്യാപകരെ മനസ്സിലോർത്താൽ എങ്ങനെ ആവരുത്, എങ്ങനെ ആവണം. അപ്പോൾ ഓൺലൈൻ ടീച്ചിങ്, അതിൻ്റെ ടെക്നോളജി വേണം. സൈബർ സെക്യൂരിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. ബ്ലോഗേഴ്സ്, നിങ്ങൾക്കറിയോ കേക്ക്, എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്കൊന്നും പറഞ്ഞു കേട്ടോ, പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് നല്ല ഗംഭീരമായിട്ട് കേക്ക് ഉണ്ടാക്കും. നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിൽ ഗേൾസും ബോയ്സും ഉമ്മമാർ വരെയുള്ള ആളുകൾ, എന്നുവെച്ചാൽ മുൻ തലമുറ ഞാൻ പറയുന്നത്, 30-35 വയസ്സിന് മേലുള്ള ആൾക്കാർ എന്തൊക്കെ സാധനങ്ങളപ്പം ഉണ്ടാക്കുന്നത്. അമേരിക്കക്കാരൻ്റെ ഫുഡും ആഫ്രിക്കക്കാരൻ്റെ ഫുഡും അന്യമതക്കാരൻ്റെ ഫുഡും ആ മതക്കാരൻ്റെ ഈ മതക്കാരൻ്റെ ഫുഡും എല്ലാം ഉണ്ടാക്കും. യൂട്യൂബിലെ കുക്കറി ഷോസ് എത്ര പണം ഉണ്ടാക്കുന്നുണ്ട്. ഒരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ അതിൻ്റെ പാക്ക് എങ്ങനെ പൊട്ടിച്ച് അതെങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളതിന് യൂട്യൂബ് ഷോസ് ഉണ്ട്. ബ്ലോഗിങ് നമ്പർ 1. ഇതൊന്നും നിങ്ങൾക്ക് വേറൊരു ജോലി ഉണ്ടായിരിക്കെ തന്നെ അൻഷിദെ, ഷാഹിദെ, മുഹമ്മദെ, മറ്റ് ജോലി ഉള്ളതിനിടയ്ക്കും ചെയ്യാം. പിന്നെ ഏറ്റവും ഓർക്കേണ്ട ഒരു കാര്യമാണ് അൺസർട്ടനിറ്റി. എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് നടക്കുന്നത്, ഇതൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അറിയാവോ? നാളെ എന്തെന്ന് പ്രവചിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ ആർക്കുമില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ നമ്മൾ. അതുകൊണ്ട് ഞാൻ ഇന്ന് കരിയറിലേക്ക് എത്തിയാൽ അതിലങ്ങ് രക്ഷപ്പെട്ടോളും എന്ന് ഉറപ്പില്ലാതിരിക്കെ നമ്മൾ പല കാര്യങ്ങളിൽ വിദഗ്ധനാവണം. അതിങ്ങനെ പല കാര്യങ്ങൾ വിദഗ്ധനാവുക. ഏറ്റവും നല്ല ഡാൻസർമാരുള്ള ഏത് കോളേജ് വെച്ചാൽ മെഡിക്കൽ കോളേജിലുണ്ട്, പാട്ടുകാരുണ്ട്. ജോലിയുടെ കൂടെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾ വെറും ഇന്ന് ഹിസ്റ്ററി പഠിക്കാൻ, ഞാൻ വെറും ഹിസ്റ്ററി പഠിക്കൂ എന്നുള്ളതിൽ വെച്ചിരിക്കാതെ, നിങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞതും പറയാത്തതുമായ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന പല കാര്യങ്ങളിൽ ടാസ്ക്, അത് കന്നുകാലി വളർത്തൽ മുതൽ ഇപ്പോൾ അതിനൊക്കെ സ്കോപ്പ് കൂടിയിട്ടറിയോ? 4 ലക്ഷം ലിറ്റർ പാൽ അധികമാണെന്ന് ഇന്ന് രാവിലെ ന്യൂസിൽ കേട്ടു. ഇപ്പോൾ വിതരണം ചെയ്യുന്നതിൻ്റെ പ്രശ്നം കൊണ്ട്. അപ്പോൾ അത്രയും ലിറ്റർ പാൽ കൊടുക്കുന്നുണ്ടല്ലോ അധികം വരാൻ. അത്രയും പാൽ കൃഷി എന്നൊന്നും പണ്ട് പറയില്ലായിരുന്നു കേട്ടോ. കൃഷി എന്ന് പറഞ്ഞാൽ മണ്ണെ കുഴിച്ചിരുന്നതിനായിരുന്നു കൃഷി എന്ന് പറയാം. ഓക്കെ, സിവിൽ സർവീസിനെ കുറിച്ച് മിദ്ലാജ് മുഹമ്മദ്, സിവിൽ സർവീസിനെ കുറിച്ച് ഏത് ഡിഗ്രി, ഓക്കെ താങ്ക് യു.
സൗണ്ട് കുറവാണെന്നുള്ള വേറെ ആരാണ് തിരുത്തിയിട്ടുണ്ട്. സിവിൽ സർവീസിനെ കുറിച്ച് എന്ന് ചോദിച്ചപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഡിഗ്രിയാണ്. അത് കഴിഞ്ഞിട്ടൊരു പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവും. പ്രിലിമിനറി പരീക്ഷ പാസ്സായാൽ അതിലെന്താ ചോദിക്കുക? ബേസിക് സാധനങ്ങളാണ്. നിങ്ങളൊരു 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള CBSE സിലബസിലുള്ള ബുക്ക് വാങ്ങി വീട്ടിൽ വെക്കൂ. നിങ്ങൾ എന്തും ഓക്കെ. കൊമേഴ്സ് കഴിഞ്ഞു, BCom കഴിഞ്ഞു, എന്താണ് ശമ്പളം കുറവായിരിക്കും, 10,000-ന് താഴെ ആയിരിക്കും BCom കഴിഞ്ഞിട്ട് അക്കൗണ്ടൻ്റ് ആയാൽ. ഓക്കെ, ഇതൊരു വലിയ ഒരു ഇതിനിടയ്ക്കുന്ന് കിട്ടിയാണ്. എന്നാലും ഞാൻ പറയാം, സിവിൽ സർവീസ് കഴിഞ്ഞിട്ട് BCom അക്കൗണ്ടൻ്റ്. അപ്പോൾ ഒരു ഡിഗ്രി എല്ലാത്തിനും പല ചോദ്യങ്ങൾക്കുള്ള ഒരു ഒറ്റ ഉത്തരമാണ് ഈ 2 ചോദ്യങ്ങളിലൂടെ വരുന്നത്. ലോകവിവരമുണ്ടായിരിക്കണം. ലോകത്ത് നിന്ന് നടക്കുന്നു എന്നറിയാൻ അതാ ദിവസം അറിയണം. 140 MLA-മാരുണ്ടെന്നും അതിൽ 99 41 ആണെന്നൊന്നും പിന്നെ ബുക്ക് വായിച്ച്, അല്ലെങ്കിൽ 28 സ്റ്റേറ്റേ ഉള്ളൂ എന്നുള്ളത് ജമ്മു കാശ്മീർ വിഭജിക്കുന്ന ആ ദിവസം നമ്മുടെ ബുക്കിൽ കയറണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. ബേസിക് ഇംഗ്ലീഷ്. ഇന്നലെയും ഇംഗ്ലീഷ് മീഡിയംകാർ മാത്രമുള്ള ഒരു പരിപാടിയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് അതിൽ നീണ്ട 5 മിനിറ്റിന് ശേഷമാണ് ഒരു കുട്ടി ഒരു ചോദ്യത്തിനുള്ള ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുള്ള തെറ്റെന്താണെന്ന് ചോദിക്കായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹി ഡോണ്ട് നോ ജാപ്പനീസ്. ശരിയല്ലെന്ന് വെച്ചാൽ ജാപ്പനീസ്, ഹി ഡോണ്ട് നോ ജാപ്പനീസ് എന്ന് പറയുമ്പോൾ ഹി ഡോണ്ട് നോ ജാപ്പനീസ് ലാംഗ്വേജ് എന്ന് വേണോ, ഹി ഡോണ്ട് നോ ജാപ്പനീസ് എന്നുള്ള ജപ്പാനീസ് ആക്കണം എന്നൊക്കെ അല്ലാതെ മെയിനായിട്ടുള്ള തെറ്റ് ഓർമ്മയിലേക്ക് വരുന്നില്ല. അപ്പോൾ 10ാം ക്ലാസ് വരെ ഇതിലുള്ള തെറ്റെന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഹി ഡോണ്ട് നോ. അറിയുന്നവരോട്ട് വിടത്തോളൂ, കുഴപ്പമില്ല. ആ ക്വസ്റ്റ്യൻ ടാഗോ അല്ല, അത് വേറെയാണ്. അപ്പോൾ നിങ്ങൾ അത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയത്തിൽ ഓപ്ഷൻ എടുത്തുകൊണ്ട് ഫൈനൽ എഴുതാം. ഫൈനൽ കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ ഇൻ്റർവ്യൂവിൽ എന്ത് വിഷയം, ലോകത്ത് എന്ത് വിഷയം, അപ്പോൾ നാട്ടിൽ പ്രസക്തമായ എല്ലാ വിഷയവും, കോവിഡിൻ്റെ ഇമ്പാക്റ്റ് ഓഫ് കോവിഡ് ഇൻ കേരള ഇക്കോണമി എന്ന് വെച്ചാൽ കേരളത്തിലെ സാമ്പത്തിക ഘടന എന്തൊക്കെ ബാധിച്ചു എന്നുള്ളത് ഫാക്ച്വൽ ബേസ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം. യെസ്, ഹി ഡസൻ നോ. സുഹൈൽ കോട്ടക്കൽ, വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് ബേസിക് ഗ്രാമർ. ആ ബേസിക് ഗ്രാമർ ഇപ്പോഴേ ശരിയായിക്കോളാം. ഇതൊക്കെ 5ാം ക്ലാസ് പഠിക്കുന്നതാണെങ്കിലും നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഇതൊക്കെയാണ് വർക്ക്ഷോപ്പൊക്കെ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഞാൻ +2 ഹ്യൂമാനിറ്റീസ് പാസ്സായതാണ്, പറയാം, ടീച്ചിങ് പോസ്റ്റിലേക്ക് വരാം. അപ്പോൾ ഇനിയാണ് കൊമേഴ്സുകാരൻ പറഞ്ഞു, അക്കൗണ്ടൻ്റ് ആയാൽ 10,000 രൂപയിൽ താഴെ ശമ്പളം കിട്ടൂ എന്നൊക്കെ ചിലർ പറയുന്നു. ഒരു അക്കൗണ്ടൻ്റായിട്ട് 10,000-ൽ താഴെ എന്ന് പറഞ്ഞാൽ 8,000 5,000 വാങ്ങുന്നവനുണ്ട്, 2 ലക്ഷം വാങ്ങുന്നവരുണ്ട്. MBA IIM-ൽ പഠിച്ചാൽ മിനിമം ശമ്പളം 2.5 ലക്ഷമാണ് മാസ ശമ്പളം. പുറത്ത് പോകുമ്പോൾ വേറെ ചില ലോക്കൽ സ്ഥാപനങ്ങളിൽ ഒരു 10,000 രൂപ മാത്രമേ കിട്ടൂ. അത് വ്യക്തിയുടെ സ്കോപ്പാണ്. നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവും. അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ അയാൾ പറയുന്നതിനെ കണക്ക് 8, 4, 12 കൂട്ടുന്ന കണക്ക് കൂട്ടുന്ന തരത്തിൽ ഉള്ള ആൾക്ക് അതേ കിട്ടും. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റി കൂട്ടിയിട്ട് കണക്കിലൊരു മിടുക്കനാവാൻ CA CMA അതൊക്കെ എടുക്കൂ. അല്ലെങ്കിൽ ഇപ്പോൾ GSTയെ കുറിച്ച് 1ാം തരം കോഴ്സ് ഉണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം സംഘടിപ്പിക്കുന്ന, ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഡിഗ്രിക്ക് ശേഷം എടുക്കൂ. GSTക്ക് നല്ല സ്കോപ്പുള്ളതാണ്. കോവിഡ് അനന്തരം എന്നല്ല, പുതിയ നിയമത്തിൽ. ഓക്കെ, ഞാൻ വീണ്ടും ആ പ്രസൻറ്റേഷൻ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ തന്നെ തുടങ്ങിയ ഇതിലാണ് ഉള്ളത്. ഇപ്പോൾ അതിൻ്റെ അടുത്തതിലേക്ക് ഒരുപാട് പോകാനുണ്ട്. നിങ്ങൾ പറഞ്ഞ മെയിൻ സ്ഥാപനം എന്തായാലും ആയി. ഓക്കെ ഓക്കെ. അപ്പോൾ അൺസേർട്ടനിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയത്. അപ്പോൾ അൺസേർട്ടനിറ്റി, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടോ? ഇതിൽ പാടുന്ന ആരാ ഉള്ളത്? ഒന്ന് ഓപ്പൺ ചെയ്ത് പാടുക. ഈ പാടുന്ന ആൾക്ക് പാട്ടിൻ്റെ കഴിവിനെ വികസിപ്പിച്ചെടുക്കാൻ ഈ കാലം പോലത്തെ വേറൊരു കാലമുണ്ടോ? കൊള്ളാവുന്ന ഒരു പാട്ട് നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് പാടിക്കഴിഞ്ഞാൽ അത് വൈറലായി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബിൽ പാട്ടിട്ടൂടെ? കാണുന്നില്ലേ? ഓരോരുത്തർ ഉപദേശം കൊണ്ടൊക്കെ ഇറങ്ങുന്നതിനാ.
വെറുതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്ത ചില നിസ്സാര സംഗതികൾ, വലിയ ഉപദേശമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അൺസർട്ടനിറ്റിയിലുണ്ട്. അതുപോലെ ഫ്രീലാൻസിങ് ഓപ്ഷൻസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു ജോലിയല്ല, പല ജോലികൾ. ഉദാഹരണമായിട്ട് കണ്ടന്റ് റൈറ്റിംഗ്. എന്താ കണ്ടന്റ് റൈറ്റിംഗ്? നല്ല പദസമ്പത്തുള്ള ആൾക്ക് കണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന അതാണല്ലോ കണ്ടന്റ് റൈറ്റിങ്ങിൻ്റെ കഴിവ്. ഫാഷൻ ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, പബ്ലിക് റിലേഷൻസ്, പ്രോഗ്രാമർ, ട്രാൻസ്ലേറ്റർ, ഈ തരം ജോലികളൊക്കെ ഫ്രീലാൻസിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ മെയിൻ ജോലിയേക്കാൾ ഗവൺമെൻറ് സർവീസിൽ കയറിയ ഒരാൾ മജീഷ്യനായിട്ട് പിന്നെ ഭയങ്കര പേരെടുത്തു. എനിക്കും അറിയില്ലായിരുന്നു അയാൾ ഗവൺമെൻറ് സർവീസിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നീട് സ്റ്റാഫിനൊരു ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ പോകാനിടയായ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്യാനായ സമയമാണ്. അപ്പോഴാണ് അദ്ദേഹം ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സ്റ്റാഫും കൂടെയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വന്തം ഒരു ജോലിക്ക് അപ്പുറത്തേക്ക്. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കുറേ കൊല്ലങ്ങളായെങ്കിലും പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സക്കറിയ എന്നാണ് പഴയ തലമുറ കാലത്ത് ഒരു 22 കൊല്ലം ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ആ സമയത്ത് ഞാൻ കോഴിക്കോട് ആകാശവാണി പോകുന്നുണ്ട്. അതിനു മുമ്പ് അനൗൺസർ ആയിരുന്നത് ഞാൻ പോർട്ട് ബ്ലെയർ ആൻഡമാൻ നിലയത്തിലായിരുന്നു, സാറ് നേരത്തെ പറഞ്ഞ അനൗൺസർ പോസ്റ്റ്. അപ്പോൾ നമുക്ക് ഫ്രീലാൻസിങ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, എത്ര പേര് കളിക്കാരായിട്ടും, അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ളത്. ഫ്യൂച്ചർ സ്റ്റഡീസിൻ്റെ കാര്യം സാറ് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത് 20 കൊല്ലം മുമ്പ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഫ്യൂച്ചർ സ്റ്റഡീസ് ആർക്കൊക്കെ ചേരാന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കേരള യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ നോളജ് മാനേജ്മെൻറ്റിന് BDS, BAMS, BHMS പോലുള്ള ആൾക്കാർക്ക്, അപ്ലൈഡ് സയൻസ്, അഗ്രികൾച്ചർ, ലൈബ്രറി സയൻസ്, കൊമേഴ്സ്, ടൂറിസം. കൊമേഴ്സുകാരൻ ഇപ്പോൾ ചോദിച്ചുള്ളൂ എന്തിനു ചേരണം. അപ്പോൾ ആളുടെ കഴിവാണ് പ്രധാനം, പഠിച്ച വിഷയമല്ല എന്നുള്ളതിന് സിവിൽ സർവീസ് ഉദാഹരണമാണ്. MBA ആർക്കും ചേരാം എൻട്രൻസ് എഴുതിയാൽ. അതുപോലെ ഫ്യൂച്ചർ സ്റ്റഡീസ് മറ്റൊരു ഉദാഹരണമാണ്. The entrance test shall consist of multiple choice questions to judge the applicants. ഇപ്പോൾ പ്രസന്റേഷൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. എനിക്കിപ്പോഴും സംശയം വന്നു. ഞാൻ നേരത്തെ വന്നിട്ട് തിരിച്ച് കയറിയപ്പോൾ അത് കയറിയില്ലേ എന്ന് ഇപ്പോഴും എനിക്കൊരു ഡൗട്ട് വന്നതാണ്. ഓക്കെ സോറി. വെരി സോറി. പറയുമ്പോൾ അവിടുത്തെ ഒരു നിശ്ചലത എനിക്ക് മനസ്സിലാവും. ഞാനത് നിങ്ങളെ മുഖം കാണുന്നില്ലെങ്കിലും അപ്പോൾ ആ നിശ്ചലത ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. മാത്രമല്ല ഞാൻ എൻ്റെ 2 ഇതിൽ സാധാരണ കയറും, ഒരു മൊബൈലിലൂടെ എക്സ്ട്രാ കയറും. അപ്പോൾ ടെക്നിക്കലി അത്രയും ഓക്കെ ആയതുകൊണ്ട് ഞാൻ അതിന് കയറിയിട്ടില്ല. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ ഫ്യൂച്ചർ സ്റ്റഡീസിൽ കണ്ടോ? ഇസ് ഇറ്റ് ഓക്കെ നൗ സർ? ഓക്കെ താങ്ക് യു. അപ്പോൾ എലിജിബിലിറ്റി കണ്ടോ? ഇവർക്കൊക്കെ പോവാം ഫ്യൂച്ചർ സ്റ്റഡീസ്. ഇത് 20 കൊല്ലം മുമ്പ് തുടങ്ങിയ കോഴ്സാണ് നോക്കണം. അതിൻ്റെ എൻട്രൻസിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓഫ് ജഡ്ജ് ടു ജഡ്ജ് ദ ആപ്ലിക്കൻസ് അവെയർനെസ് ഇൻ ഡാറ്റാബേസസ്, ആപ്റ്റിറ്റ്യൂഡ് ഇൻ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, അനാലിസിസ്, ലോജിക്സ് ആൻഡ് റീസണിങ്. ഈ റീസണിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ റിമോട്ട് വർക്ക് ആൻഡ് വെർച്വൽ മീറ്റിംഗ് ഇത് തുടരുമ്പോൾ ഇതുപോലുള്ള പ്ലാറ്റ്ഫോം, സൂം പ്ലാറ്റ്ഫോം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ, എന്തിന് സൂം വാങ്ങിയിട്ട് വാടക കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ ഈയിടെ ഒരു കോളേജിൽ, സൗത്തിലുള്ളൊരു കോളേജിലേക്ക് അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സാധാരണ ഉപയോഗിക്കുന്നത് സൂം അല്ല, എന്നാൽ ഇതിലാണ് കുട്ടികളെ പുറത്തുള്ളവരെ കയറ്റാനൊക്കെ സൗകര്യം എന്നുള്ള ആൾക്ക് 500 പേരുള്ള. അപ്പം ഞങ്ങളുടേതല്ല. അപ്പോൾ എങ്ങനെ കിട്ടി? ഇത് വാടക കൊടുക്കുന്ന ആൾക്കാരുണ്ട്. സൂം കണക്ഷൻ നമ്മൾ വാങ്ങുന്നു, മന്ത്ലി വാടകയ്ക്ക് ആവശ്യക്കാരന് ഇതുപോലെ കൊടുക്കുന്നു, ഓപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഓപ്പറേറ്റർക്ക് അതിൻ്റെ ഒരു പൈസ കിട്ടും, ഉടമസ്ഥന് അതിൻ്റെ വാടക കിട്ടും. ഓക്കെ. ടെലിമെഡിസിൻ, ഓൺലൈൻ ബാങ്കിങ്, സ്ട്രീമിംഗ് എൻ്റർടൈൻമെൻറ്റ്. അത് ഞാൻ പറയണ്ട, എൻ്റർടൈൻമെൻറ്റ് സ്ട്രീമിങ്ങിനെ കുറിച്ച് നമുക്ക് അറിയാം. ടെലിമെഡിസിൻ പരസ്യങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ ഡോക്ടേഴ്സിനും അതിൻ്റെ പാരാമെഡിക്കൽ സ്റ്റാഫിനും, അത് എഴുതി വെക്കുന്ന ആളുകൾ, അതിൻ്റെ അനുബന്ധ സ്റ്റാഫ്. വൈറോളജി, ഇതിപ്പോൾ പ്രാധാന്യം കൂടി വന്ന ഒരു ബ്രാഞ്ചാണ്. എയിംസിലും ജിപ്പറിലും, മാഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഹിയല്ല, മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. കേരളത്തിലൊരു സ്ഥാപനമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി കേരള.
ഈ സൈറ്റിൽ കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് എടുക്കേണ്ടവർക്ക് എടുക്കാം. നേരെ നിങ്ങൾക്ക് പോയി പഠിക്കാവുന്ന കോഴ്സൊന്നും അവിടെ ഇല്ല. അവിടെ ഒരു പ്രതിഭ സ്കോളർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഈ കുട്ടികൾക്കൊന്ന് ഈ സ്കോളർഷിപ്പിൻ്റെ പ്രത്യേക പരിപാടിൻ്റെ പറയുമായിരിക്കും. ഞാനത് ജസ്റ്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എൻക്രോച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി, മറ്റേ ഏരിയയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിഭ സ്കോളർഷിപ്പ് പ്രോഗ്രാം അവിടെ ഉള്ളതാണ്. ഇവിടെ ഇവിടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ ഇതുപോലെ ഏറ്റവും കൂടുതൽ സാധ്യതകളാണ് എല്ലാ ഓഫീസുകളിലും, എല്ലാ കടകളിലും, എല്ലാ NGOകളിലും ഒക്കെ നിങ്ങളെ ട്രെൻഡിൻ്റെ ഓഫീസിൽ എല്ലാം ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ വരികയാണ്. ഓഫീസ് വർക്കൊക്കെ ഇപ്പോൾ അതിൻ്റെ സെക്രട്ടറിക്ക് ഒരു ഫയല് അല്ലെങ്കിൽ സെക്രട്ടറിക്ക് സമർപ്പിക്കാനുള്ള ഒരു ഓഫീസ് സ്റ്റാഫിൻ്റെ ഫയല് സെക്രട്ടറിയെ കൊണ്ട് കാണിക്കുന്ന കാലമൊന്നും ഇല്ല. എല്ലാം ഓൺലൈനിൽ അയക്കുന്നു, അവരത് കാണുന്നതിൻ്റെ മേലോട്ട്. ഇങ്ങനെയുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോമിംഗ് സിസ്റ്റം എല്ലാ ഓഫീസുകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ സ്റ്റാഫുണ്ട്, ഇത് ചെയ്തു കൊടുക്കുന്ന യൂണിറ്റുകളുണ്ട്. ബിസിനസ് അനലിസ്റ്റ്, ഇതും ഇപ്പോൾ സാധ്യതകൾ കൂടി വരുന്നൊരു മേഖലയാണ്. കണ്ടന്റ് ക്രിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്സിജൻ പ്ലാന്റിലേക്കുള്ള ശമ്പളത്തിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഈ ബുധനാഴ്ചകളിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ പരസ്യങ്ങൾ വരെ ബുധനാഴ്ച, നിങ്ങൾക്ക് അറിയാലോ, പ്രൈവറ്റിൻ്റെയും കൂട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെയും വെഡ്നെസ്ഡേയ്സിൽ ഓക്സിജൻ പ്ലാന്റിലേക്കുള്ള സ്റ്റാഫിന് വലിയ ശമ്പളമുണ്ട്. അപ്പോൾ സ്കില്ലാണ് പ്രധാനം. അതിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, എംപ്ലോയബിലിറ്റി, കോമ്പറ്റീഷൻ, JEE, CAT, NEET, JAM, JEST, UPSC, NDA, ഇത്തരത്തിലുള്ള അനവധി മത്സരങ്ങൾ. അതിലൊക്കെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ടാവും. അപ്പോൾ റീസണിങ്ങും ജനറൽ ഇൻ്റലിജൻസും എന്താണ് റീസണിങ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഒരു മാറ്റവും വരാത്ത ഒരുപാട് മേഖലകളും കാണും കേട്ടോ. ഒരു മേഖലയും വരാത്ത, അതിൻ്റെ രൂപത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ മൂക്ക് ഇതൊക്കെ കുറിച്ച് വെക്കുന്നുണ്ടെന്ന് വിചാരിക്കും. എന്താണ് മൂക്ക്? ഈ മൂക്കല്ല, ഇതുപോലുള്ള നത്ത് മൂക്കല്ലടേ, നല്ല മൂക്കാന്ന് പറയും. സിനിമയിലെ ഡയലോഗ് ഞാനിപ്പോൾ പറഞ്ഞ് ബാക്കി പറയുന്നില്ല. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. ഈ പ്രപഞ്ചത്തിലെ എന്ത് കാര്യം നിങ്ങൾക്കൊന്ന് പഠിക്കണം എന്ന് വന്നു. വെറുതെ എങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി കല്ലുവെട്ടലാണ് പണി, എന്നാൽ സൈക്കോളജി ലെസൺ പഠിക്കണം, അല്ലെങ്കിൽ ഡാറ്റ ബിസിനസ് അനലിസ്റ്റ്. ലോകത്തിലെന്ത് വിഷയവും, ലോകത്തിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലോകത്തിലെ എന്ത് വിഷയവും നിങ്ങൾക്ക് പഠിക്കാൻ മൂക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്. മാസീവ് ഓപ്പൺ ഓൺലൈൻ. ലോകത്തിലാണ്, ഇന്ത്യയിലല്ല. ഇന്ത്യയും ലോകത്തിൻ്റെ ഭാഗമാണ്, ഇന്ത്യയിലതും വരും. ചിലതൊക്കെ ഫ്രീ ആണ്. അത് 3 ദിവസത്തെ ഉണ്ടാവും, 3 ആഴ്ചത്തെ ഉണ്ടാവും, 3 മാസത്തെ ഉണ്ടാവും, ഒരാഴ്ചത്തെ ഉണ്ടാവും. ഇത് പഠിക്കുന്നവരിൽ കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരുണ്ട്, കച്ചവടക്കാരുണ്ട്, പോലീസുകാരുണ്ട്, ക്ലർക്കുമാരുണ്ട്, ടീച്ചേഴ്സുണ്ട്. നിങ്ങൾക്കും വാട്ട് ടു ലേൺ എക്സ്ട്രാ. നമ്മുടെ ഉദ്ഘാടകനായിരുന്നു, ആരാണെന്ന് ഭംഗിയായിട്ട് പറഞ്ഞത് നേരത്തെ, ആ കാര്യം മെൻഷൻ ചെയ്തു. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ നിങ്ങൾ എന്ത് പഠിച്ചോ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ